സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ട്രംപ് നെതന്യാഹുവിനെ പച്ചത്തെറി വിളിച്ചു. വിശ്വസിക്കാൻ പാടാണ്, പക്ഷേ അങ്ങനെ സംഭവിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിനക്ക് വട്ടാണ്, നീ നന്ദിയില്ലാത്തവനാണ്, ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ജയിലിലായേനെ എന്നൊക്കെ കടുത്ത രോഷത്തിൽ ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞുവെന്നാണ് ആക്സിയോസ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ സ്വീകരിച്ച കടുത്ത നിലപാട് കാരണമാണ് ട്രംപിന് നെതന്യാഹുവിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് എന്നതാണ് കാര്യം. ലെബനനിലെ ആക്രമണം നെതന്യാഹു അവസാനിപ്പിച്ചില്ല എങ്കിൽ ചർച്ചയിൽ നിന്ന് തങ്ങൾ പിന്മാറുമെന്നാണ് ഇറാൻ അറിയിച്ചത്. മാത്രമല്ല, ഹോർമൂസ് വീണ്ടും പൂർണ്ണമായും അടയ്ക്കും, ഒപ്പം ചെങ്കടലിലെ ബന്ദർ അൽ മന്ദേബ് കടലിടുക്കും അടയ്ക്കുമെന്ന കർശന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത്. ഒപ്പം ഗൾഫിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കനപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് ട്രംപ് നെതന്യാഹുവിനെ ഫോൺ വിളിച്ച് പൊട്ടിത്തെറിച്ചത്. നെതന്യാഹുവിനെ ഫോൺ വിളിച്ച കാര്യം ട്രംപ് തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്തായാലും ഫോൺ വിളിക്ക് പിന്നാലെ ലെബനനിലെ സൈനിക നീക്കം നെതന്യാഹു നിർത്തിവെച്ചു. പിന്നാലെ ഇറാൻ അമേരിക്ക ചർച്ച പുനരാരംഭിക്കുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയ്ക്കിടെ ലെബനനിൽ അധിനിവേശം നടത്തിയാൽ ഇറാൻ അതിൽ ഇടപെടില്ല എന്നാണ് നെതന്യാഹു വിചാരിച്ചത്. പക്ഷേ ഹിസ്ബുള്ളയ്ക്കും ലെബനനിലെ ജനങ്ങൾക്കും വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ് ഇറാൻ ചെയ്തത്. എന്തായാലും നെതന്യാഹു കൂടുതൽ ഒറ്റപ്പെട്ട അവസ്ഥയിലായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം ട്രംപ് നെതന്യാഹു ഫോൺ സംഭാഷണത്തെക്കുറിച്ച് പറയാം. അതിനുശേഷം ഇറാന്റെ ശക്തമായ നിലപാട് ട്രംപിനെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് പരിശോധിക്കാം. തിങ്കളാഴ്ച ട്രംപ് വിളിച്ച ഫോൺ കോളിൻ്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ലെബനനിലെ തലസ്ഥാനമായ ബെയ്റൂട്ടിലേക്ക് സൈനിക നീക്കം നടത്താൻ നെതന്യാഹു ഉത്തരവിട്ടിരുന്നു. തുടർന്നാണ് ചർച്ചയിൽ നിന്ന് പിന്മാറുമെന്നുള്ള കടുത്ത നിലപാട് ഇറാൻ സ്വീകരിച്ചത്. ഇതോടെയാണ് ട്രംപ് നെതന്യാഹുവിനെ വിളിച്ച് അങ്ങ് പൊട്ടിത്തെറിച്ചത്. നീ വെറും ഭ്രാന്തനാണ്, ലോകം മുഴുവൻ നിന്നെ വെറുക്കുന്നു, എൻ്റെ ആളുകൾ പോലും ഇസ്രയേലിനെ വെറുക്കുന്നു, നന്ദിയില്ലാത്തവൻ, ഞാനില്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ, ഞാനാണ് നിന്നെ രക്ഷിച്ചു നിർത്തുന്നത് എന്നൊക്കെയാണ് ട്രംപ് നെതന്യാഹുവിനോട് കടുത്ത രോഷത്തിൽ പറഞ്ഞത് എന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ, ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയമാണ്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം നെതന്യാഹുവുമായി നടന്ന ഏറ്റവും മോശം സംഭാഷണമായിരുന്നു ഇതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫോൺ സംഭാഷണത്തിലെ ഓരോ വാക്കുകളും നെതന്യാഹുവിനെ സംബന്ധിച്ച് കടുത്ത ഓർമ്മപ്പെടുത്തലും കുത്തി നോവിക്കലുകളും ആണ് എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അമേരിക്ക നൽകുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ സൈനിക സഹായങ്ങളും നയതന്ത്ര പരിരക്ഷയും കൈപ്പറ്റിയിട്ടും അമേരിക്ക നടത്തുന്ന സമാധാന ചർച്ചകളെ അല്ലെങ്കിൽ ചർച്ചകളെ അട്ടിമറിക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നത് വൻ നന്ദികേടാണ് എന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിലെ അഴിമതി കേസുകളും രാഷ്ട്രീയ പ്രതിസന്ധികളും സൂചിപ്പിച്ചുകൊണ്ട് താൻ നൽകിയ രാഷ്ട്രീയ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ നെതന്യാഹുവിൻ്റെ സ്ഥാനം ജയിലിൽ ആകുമായിരുന്നു എന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് രോഷത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. അമേരിക്കൻ പിന്തുണയോടെയാണ് നെതന്യാഹുവും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവും നിലനിൽക്കുന്നതെന്നും താൻ നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഗാസയിലെയും ലെബനനിലെയും കനത്ത ആക്രമണങ്ങൾ കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനും നെതന്യാഹുവിനും ഉണ്ടായ വൻ ജനരോഷത്തെക്കുറിച്ചാണ് ട്രംപ് ഫോണിലൂടെ തുറന്നടിക്കുന്നത്. ട്രംപിനെ പിന്തുണയ്ക്കുന്ന കടുത്ത വലതുപക്ഷ അനുയായികൾ, അതായത് മാഗ ഗ്രൂപ്പ് പോലും ഇസ്രയേലിൻ്റെ നിലപാടുകളോട് ഇപ്പോൾ കടുത്ത വിയോജിപ്പിലാണെന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇതും രോഷത്തോടെ ട്രംപ് നെതന്യാഹുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഞാൻ ഇന്ന് ബിബി, അതായത് നെതന്യാഹുവിനോട് സംസാരിച്ചു, ബെയ്റൂട്ടിലെ വലിയ ആക്രമണങ്ങൾ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടു, അദ്ദേഹം സൈന്യത്തെ പിൻവലിച്ചു, നന്ദി ബിബി. കൂടാതെ ഹിസ്ബുള്ള നേതാക്കളുമായും ഞാൻ സംസാരിച്ചു, ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം നിർത്താൻ അവരും സമ്മതിച്ചു, ഇസ്രയേൽ തിരിച്ചും ആക്രമിക്കില്ല, ഇത് എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് നോക്കാം, ഇതൊരു ശാശ്വത സമാധാനമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ട്രംപ് ഈ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതായത് പച്ചത്തെറി വിളിച്ചിട്ട് ഫോൺ സംഭാഷണം വളരെ ഫലപ്രദമായിരുന്നു എന്നാണ് ട്രംപ് കുറിച്ചത് എന്നതാണ് രസകരം. ഒരുപക്ഷെ ഫലപ്രദം തന്നെയാണ്, കാരണം പച്ചത്തെറി വിളിച്ചതുകൊണ്ട് ട്രംപ് നെതന്യാഹു ലെബനനിലെ ആക്രമണം നിർത്തിവെച്ചു. എന്നാൽ നെതന്യാഹു പിന്നീട് പറഞ്ഞത് വേറൊന്നാണ്. താൻ പിന്മാറിയതല്ലെന്നും ഹിസ്ബുള്ളയുടെ ആക്രമണം ഉടനടി നിർത്തിയില്ല എങ്കിൽ ബെയ്റൂട്ട് ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് താൻ ട്രംപിന് നൽകിയത് എന്നുമാണ് നെതന്യാഹു പറയുന്നത്. മാത്രമല്ല, തെക്കൻ ലെബനനിൽ മുമ്പ് നിശ്ചയിച്ച പ്രകാരം സൈനിക നടപടികൾ തുടരുമെന്നും ഈ നെതന്യാഹു കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും
ട്രംപിന്റെ അപ്രതീക്ഷിതവും കടുത്തതുമായ സമ്മർദ്ദത്തിന് വഴങ്ങി ലെബനനിലെ ആക്രമണങ്ങൾ ഇസ്രയേൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ലെബനനിൽ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത്. ചിലർ ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണത്തിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ അനുമതിയോടെയാണ് നെതന്യാഹു ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തി വന്നിരുന്നത്. ഇസ്രയേലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ നേട്ടമാണ് നെതന്യാഹു ഈ ആക്രമണത്തിലൂടെ ആഗ്രഹിച്ചത്. ഹിസ്ബുള്ളയെ ഇല്ലായ്മ ചെയ്തെന്ന് പണ്ട് നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. പക്ഷേ ഇറാനിലെ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ നിരവധി ഇസ്രയേൽ സൈനികരെ വകവരുത്തി ഹിസ്ബുള്ള ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. എവിടെ നിന്ന് ഹിസ്ബുള്ള, ഈ നെതന്യാഹു ഇല്ലാതാക്കിയ, നിഷ്കാസനം ചെയ്ത ഹിസ്ബുള്ള എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതിന് പിന്നാലെ ഉയരുകയും ചെയ്തു. അങ്ങനെയുള്ള ഹിസ്ബുള്ളയെ വീണ്ടും ഇല്ലായ്മ ചെയ്യാം, അതിലൂടെ രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാം എന്നാണ് നെതന്യാഹു ലക്ഷ്യമിട്ടത്. ഇതിന് ട്രംപ് അനുമതി നൽകുകയും ചെയ്തു, തത്വത്തിൽ അനുമതി നൽകുകയും ചെയ്തു. നമുക്കറിയാം ലെബനനിൽ വെടിനിർത്തൽ നിലവിലുണ്ട്. പക്ഷെ അപ്പോഴും ഹിസ്ബുള്ള അവിടെ നിന്ന് ആക്രമിക്കുന്നു, ഇസ്രയേൽ ഇവിടെ നിന്ന് ആക്രമിക്കുന്നു. അങ്ങനെ ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. ലെബനനിലെ പല ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും ഇസ്രയേൽ കയ്യേറുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ളയും കനത്ത പ്രത്യാക്രമണം നടത്തി. എന്നാൽ ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളിലെ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് നെതന്യാഹു ഒരു കാര്യം ചെയ്തു: ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. ഇത് ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളെ തകർക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നതാണ് വിലയിരുത്തൽ. എങ്ങനെയെങ്കിലും ഇറാനുമായി ഒരു കരാറിലെത്തി പശ്ചിമേഷ്യയിൽ നിന്ന് സൈനിക പിന്മാറ്റം നടത്തണം എന്നതാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ ലക്ഷ്യമാക്കി സൈനിക നീക്കം നടത്തിയത് വിഡ്ഢിത്തരമായി പോയെന്ന് ഫോക്സ് ന്യൂസിനോട് ട്രംപ് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. നെതന്യാഹു ആണ് ഈ മണ്ടത്തരത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വിഡ്ഢിത്തരത്തിലേക്ക് തന്നെ നയിച്ചത് എന്നുകൂടിയാണ് ട്രംപ് പരോക്ഷമായി പറഞ്ഞു വെച്ചത്. അതിനിടയ്ക്കാണ് നെതന്യാഹു ലെബനനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുകയും അത് സമാധാന ചർച്ചയെ ബാധിക്കുന്ന രീതിയിലേക്ക്, അതായത് ഇറാനെ ചൊടിപ്പിക്കുകയും സമാധാന ചർച്ചയെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തത്. ഇതാണ് ട്രംപിനെ കടുത്ത രോഷത്തിലേക്ക് നയിച്ചത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. കുറച്ചുനാൾ മുമ്പ് ഇറാൻ അമേരിക്ക ചർച്ച നിർണായക ഘട്ടത്തിലെത്തിയെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നെതന്യാഹു ട്രംപിനെ അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചിരുന്നു. എന്നിട്ട് വലിയ വീർപ്പുമുട്ടലോടെ, സങ്കടത്തോടെ സംസാരിച്ചിരുന്നു. അന്നും കടുത്ത വാദപ്രതിവാദങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തുടർന്ന് നെതന്യാഹുവിന് വഴങ്ങി കരാറിന് തിടുക്കമില്ല, തനിക്ക് തിടുക്കമില്ല, പതുക്കെ മതി കരാർ എന്ന നിലപാടിലേക്ക് ട്രംപ് മാറിയിരുന്നു. അതിനു മുമ്പ് ട്രംപ് പറഞ്ഞത് വളരെ പെട്ടെന്ന് ഇപ്പോൾ തന്നെ കരാർ നടക്കും എന്നൊക്കെയായിരുന്നു അതിനു മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നത്. പക്ഷേ നെതന്യാഹു ട്രംപിന് ഫോൺ വിളിച്ചതിന് പിന്നാലെ കരാറിന് തനിക്ക് തിടുക്കമില്ല എന്ന നിലപാടിലേക്ക് ട്രംപ് മാറിയിരുന്നു. മാത്രമല്ല, കരാറിൽ ട്രംപ് ചില കടുത്ത നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഫോൺ സംഭാഷണം നെതന്യാഹുവിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും ഞെട്ടിച്ചു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോൺ സംഭാഷണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭാഷണം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതും ഇറാൻ്റെ വിജയമായിട്ടാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. കാരണം ട്രംപിനെ മുൾമുനയിൽ നിർത്തുന്ന നീക്കമാണ് ഇറാൻ നടത്തിയത്. അതായത് ലെബനനിൽ ഇസ്രയേൽ വലിയ ആക്രമണത്തിലേക്ക് നീങ്ങിയതോടെ ട്രംപിനെ മുൾമുനയിൽ നിർത്തുന്ന ഒരു നീക്കം ഇറാൻ നടത്തുകയായിരുന്നു. ട്രംപിന് മേൽ അതീവ ഫലപ്രദവും ശക്തവുമായ സമ്മർദ്ദമാണ് ഇറാൻ ചെലുത്തിയത്. ട്രംപിനെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കാനും ഇസ്രയേലിൻ്റെ സൈനിക നീക്കങ്ങളെ ട്രംപിനെ കൊണ്ട് തന്നെ തടയിടിക്കാനും ഇറാൻ്റെ നയതന്ത്ര സൈനിക സമ്മർദ്ദങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ ചർച്ചകളിൽ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഇറാൻ്റെ നിലപാട് ട്രംപിനെ നെതന്യാഹുവിന് അടിയന്തരമായി ഫോൺ കോളിലൂടെ ബന്ധപ്പെടാൻ പ്രേരിപ്പിച്ചു എന്ന് തന്നെ പറയാം. ചർച്ചകളിൽ നിന്ന് പിന്മാറുക മാത്രമല്ല, യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം കടുപ്പിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഹിസ്ബുള്ളയ്ക്ക് പുറമെ ഹൂതികളും ഇറാഖിലെ ഷിയ ഗ്രൂപ്പുകളും ചേർന്ന് പശ്ചിമേഷ്യയിലാകെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിടുമെന്ന് ഇറാൻ കടുത്ത മുന്നറിയിപ്പ് നൽകി. മാത്രമല്ല, ഹോർമൂസ് പൂർണ്ണമായും അടയ്ക്കും, ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതവും ഹൂതികളെ ഉപയോഗിച്ച് തടയുമെന്നും ഇറാൻ നിലപാടെടുത്തു. ഇത് ആഗോള എണ്ണ വിപണിയെ, അതായത് ഇറാൻ്റെ ഈ പ്രഖ്യാപനം ആഗോള എണ്ണ വിപണിയെ വല്ലാതെ അങ്ങ് ബാധിച്ചു. ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചതോടെ, ആ വാർത്ത വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില 5% ഉയരുകയും ചെയ്തു. ഇത് ട്രംപിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി. കാരണം ഇന്ധനവില ഉയർന്നാൽ അത് US-ലെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുകയും ട്രംപ് സർക്കാരിൻ്റെ ആഭ്യന്തര ജനപ്രീതിയെ തകർക്കുകയും ചെയ്യും. യുദ്ധം കാരണം അമേരിക്കൻ വിപണി തകരുന്നത്
ട്രംപിന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പും ട്രംപിൻ്റെ മുന്നിലുണ്ട്. ഇതൊക്കെയാണ് നെതന്യാഹുവിനെ ട്രംപ് വിളിച്ചതും ചർച്ചകൾ തുടരുന്നുണ്ട് എന്നുള്ള പ്രസ്താവന ഇറക്കിയതിനും പിന്നിൽ പ്രവർത്തിച്ച കാര്യം. തുടർന്നാണ് വിപണി സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയത്. അതായത് ഇറാൻ്റെ സാമ്പത്തികവും സൈനികവുമായ സമ്മർദ്ദത്തിന് മുന്നിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ട്രംപിന് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, അത് നെതന്യാഹുവിനെ നിയന്ത്രിക്കുക എന്നതായിരുന്നു. എന്തായാലും ട്രംപിൻ്റെ തെറിവിളിക്ക് പിന്നാലെ ഇസ്രായേലിൽ കടുത്ത വിമർശനം നേരിടുകയാണ് നെതന്യാഹു എന്നുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. ഒക്ടോബറിൽ പൊതുതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നെതന്യാഹുവിന് മേൽ ഈ രാഷ്ട്രീയ സമ്മർദ്ദം കൂടുന്നത്. ഇസ്രായേലിൻ്റെ പരമാധികാരത്തിന്മേൽ നെതന്യാഹുവിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇതൊരു പൂർണ്ണ അടിമത്തമാണെന്ന് മുൻ പ്രധാനമന്ത്രി യായർ ലാപ്പിഡ് എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഇസ്രായേലിൻ്റെ മുൻ സൈനിക മേധാവി ഗാഡി എയ്സൻകോട്ട് പറഞ്ഞത് ഇത്രയും അപമാനകരമായ ആവശ്യം അംഗീകരിച്ച മറ്റൊരു പ്രധാനമന്ത്രി ഇസ്രായേൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇസ്രായേലി പത്രമായ ദി ജെറുസലേം പോസ്റ്റ് തങ്ങളുടെ മുഖപ്രസംഗത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ അമേരിക്കയുടെ അനുവാദം തേടേണ്ടി വരുന്ന അപമാനകരമായ അവസ്ഥയിലാണ് ഇസ്രായേൽ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതായത് ആകെ മൊത്തം നെതന്യാഹു പെട്ട അവസ്ഥയിലാണ് എന്ന് പറയാം. കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്, ഒക്ടോബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അതിൽ ജയിക്കാനായി, രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനായി ഇറാനെ ആക്രമിക്കാൻ ഇറങ്ങി. പക്ഷേ ഇറാനെ പിടിക്കാൻ കിട്ടിയില്ല. തുടർന്ന് ലെബനനിൽ എന്തെങ്കിലും ആക്രമണം നടത്തി നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുപക്ഷേ ഇപ്പോൾ ട്രംപിൻ്റെ പച്ചത്തെറിക്ക് കാരണമായിരിക്കുന്നു. ട്രംപ് ആണെങ്കിൽ നെതന്യാഹുവിനെ പൂർണ്ണമായും കൈവിട്ട് എങ്ങനെയെങ്കിലും ഇറാനുമായി കരാറുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. ട്രംപിനും പ്രശ്നം നവംബറിൽ വരുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പാണ്. 2 തെരഞ്ഞെടുപ്പാണ് പ്രശ്നം. ഒന്ന് ഒക്ടോബറിൽ നടക്കുന്ന ഇസ്രായേൽ പൊതു തെരഞ്ഞെടുപ്പ്, 2 അമേരിക്കയിൽ നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ്. ഇതിനിടയിൽ തന്ത്രപരമായ വിജയത്തിൽ എത്തി നിൽക്കുന്നത് ഇറാനാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പേജ് 10 സ്റ്റോറീസ് വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.